Hello students, welcome to Mentor online class. അപ്പോൾ നമ്മൾ ഇന്ന് 10th സ്റ്റാൻഡേർഡിൽ മാത്തമാറ്റിക്സിൽ ചാപ്റ്റർ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒന്നാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണികൾ എന്നാണ് മലയാളം മീഡിയത്തിൽ. ഇംഗ്ലീഷ് മീഡിയത്തിൽ ദാറ്റ് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ കുറേ നമ്പറുകളെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെട്ടേക്കും. അതിൽ കുറച്ച് നമ്പറുകളെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ? എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 നമ്മൾ എണ്ണുവാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയാം? എണ്ണൽ സംഖ്യകൾ എന്ന് പറയാം. 1 2 3 4 5 എന്നുള്ള സംഖ്യകളാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയാം അല്ലെ. ഇനി പൂർണ്ണവർഗങ്ങൾ നെക്സ്റ്റ് ആണ് കേട്ടോ. പൂർണ്ണവർഗങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാർ അതിന് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക അല്ലെ. 7ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണത്. എന്താ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാല്? എണ്ണൽ സംഖ്യകളുടെ തന്നെ വർഗങ്ങൾ, ഒരു നമ്പറിനെ അതിനോട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്നത്. 1ന്റെ വർഗം 1 1 4 9 16 ഈ നമ്പറുകളെയാണ് നമ്മൾ എന്ത് പറയാ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയാം. എങ്ങനെയാ കിട്ടല്? 1 1 2 2 4 3 3 9 4 4 16 നമ്പറുകളുടെ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങൾക്ക് പറയുന്ന പേരാണെന്ത്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. മൂന്നാമത്തെ തരം സംഖ്യകളാണ് ഒറ്റ സംഖ്യകൾ. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അറിയാം ഓഡ് നമ്പേഴ്സ് എന്നാ പറയാ അല്ലെ. എന്താ ഓഡ് നമ്പേഴ്സ്? 1 3 5 7 9 അല്ലെ. 1 3 5 7 9 എന്നുള്ള നമ്പറുകൾക്കാണ് എന്ത് പേര് അറിയാം? ഓഡ് നമ്പേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുക അല്ലെ. ഇരട്ട സംഖ്യകൾ, ഈവൻ നമ്പേഴ്സ്. എന്താണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല്? ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകൾ 2 4 6 8 10 12 ഇത്തരം നമ്പറുകളെയാണ് ഈവൻ നമ്പറുകൾ എന്ന് പറയാം. പലതരം സംഖ്യകളെ കുറിച്ച് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇത് മാത്രമൊന്നല്ല അല്ലെ. നെഗറ്റീവ് നമ്പർ അറിയാം, ഭിന്നസംഖ്യകൾ അറിയാം, അഭിന്നകങ്ങൾ അറിയാം, അഭാജ്യം, പ്രൈം നമ്പറുകളെ കുറിച്ച് അറിയാം. എല്ലാ നമ്പറുകളെ കുറിച്ചും ചെറിയ ക്ലാസ്സിൽ ഒരു ധാരണ വന്നിട്ടുണ്ടാവും. കുറച്ച് നമ്പറുകളെ കുറിച്ച് മാത്രമേ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കുക. അതില് ശ്രേണികൾ എന്താണെന്നാണ് കേട്ടോ നെക്സ്റ്റ് പറയുന്നത്. ശ്രേണികൾ എന്ന് പറഞ്ഞാൽ സീക്വൻസസ് എന്നാണ് ശ്രേണികൾക്ക് പറയുന്ന പേര്. സീക്വൻസസ്. എന്താണ് സീക്വൻസസ് എന്ന് പറഞ്ഞാൽ? സീക്വൻസസ് ശ്രേണികള് സീക്വൻസസ് 2 തരത്തിലാണ് 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ തരം സീക്വൻസ് ആണ് എന്ത്? സംഖ്യാശ്രേണി എന്നാ പേര് പറയട്ടോ, നമ്പർ സീക്വൻസ്. രണ്ടാമത്തെ തരം ശ്രേണിയാണ് എന്ത്? സമാന്തര ശ്രേണി. സംഖ്യാശ്രേണികളും സമാന്തര ശ്രേണികളെയും കുറിച്ചാണ് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഒരുപാട് ശ്രേണികൾ നിങ്ങൾക്ക് വേറെ ഒരു +1 +2 ഒക്കെ എത്തിയാൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും കേട്ടോ. സംഖ്യാശ്രേണിക്ക് നമ്പർ സീക്വൻസസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് പറയാം കേട്ടോ. അപ്പം അരിത്തമെറ്റിക് സീക്വൻസസ് എന്നാണ് ഈ ഭാഗത്തു നിന്നാണ് പരീക്ഷയ്ക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ കാണാറുള്ളത്. അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ഭാഗത്തു നിന്ന് കേട്ടോ. ഞാനേ ഇത് രണ്ടും എന്താണെന്ന് പറയാൻ കുറച്ച് എക്സാമ്പിളുകൾ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് എക്സാമ്പിള് 1 4 9 16 25 നേരത്തെ എഴുതിയതാ. ഇതിലെന്താണിത്? പൂർണ്ണവർഗങ്ങളാണ്. ഇത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. 2 5 8 11 വേറൊരു തരം നമ്പറാണ്. അത് വേറൊരു പാറ്റേൺ. എന്താ അതിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് അതിൽ കണ്ടാൽ തന്നെ അറിയാം. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. 1 1 2 2 4 3 3 9 4 4 16 5 5 25 അങ്ങനെ പോകുന്ന നമ്പറാണിത് അല്ലേ. ഇതോ 2 5 8 11 പ്രത്യേകത എന്താണ്? 2 5 8 11 പ്രത്യേകത ഒരു നമ്പർ 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3 വീതം കൂട്ടി ഇങ്ങനെ എഴുതിയതാ. അത് 2നോട് 3 കൂട്ടി 5, 5നോട് 3 കൂട്ടി 8, 8നോട് 3 കൂട്ടി 11 അങ്ങനെ പോകുന്നതാണിത് അല്ലേ. ഇതോ 1 4 7 10
ഒന്നിൽ തുടങ്ങി 3 വീതം കൂടി, 1നോട് 3 കൂട്ടി 4, 4നോട് 3 കൂട്ടി 7, 7നോട് 3 കൂട്ടി 10, അങ്ങനെ പോകുന്നു അല്ലേ. ഈ നാലാമത്തെ ക്വസ്റ്റ്യനോ, നാലാമത്തെ 2, 3, 5, 7, 11 എന്താ പോയത്? 2 കൂട്ടി 2നോട് കൂടി 1 കൂട്ടി 3 തന്നു, 3നോട് കൂടി 2 കൂട്ടുമ്പോഴേ 5 എന്ന് അല്ലേ. ഇതിന്റെ പ്രത്യേകത എന്താ? നാലാമത്തെ നമ്പറിന്റെ പ്രത്യേകത, ഈ നമ്പറുകളെയാണ് നമ്മള് അഭാജ്യ സംഖ്യകൾ എന്നുള്ള പേരിൽ അറിയപ്പെടുക കേട്ടോ. അഭാജ്യ സംഖ്യകൾ, നാലാമത്തെ ഓപ്ഷൻ കേട്ടോ. അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്നുള്ള പേരിലാണ് അതിനറിയപ്പെടുക കേട്ടോ. പ്രൈം നമ്പേഴ്സ്. എന്താ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അഭാജ്യം എന്ന് പറഞ്ഞാല് അല്ലേ, ഒരു സംഖ്യക്ക് ഒന്നും അതേ സംഖ്യയും മാത്രം ഘടകങ്ങളുള്ളത്. 2 എന്ന് പറയുന്ന നമ്പറിനെ 1 × 2 മാത്രമേ 2നെ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ 2 അഭാജ്യത്. 3 1 × 3 മാത്രമേ 3ന് ഉത്തരം കിട്ടുള്ളൂ. അതുകൊണ്ടാ 3 അഭാജ്യത്. ഗുണന രൂപത്തിലാ ഘടകങ്ങൾ എഴുതട്ടോ. 2 വ്യത്യസ്ത ഘടകങ്ങൾ മാത്രമേ ഉണ്ട്. 4 ഇതിൽ പെട്ടില്ല. കാരണം എന്താ? 1 × 4 4നെ എഴുതാൻ പറ്റുമെങ്കിലും പിന്നെ 2 × 2 കൂടെ 4നെ എഴുതാൻ പറ്റുന്നു. അപ്പൊ എന്തല്ല? 4 അഭാജ്യമല്ല എന്നർത്ഥം. 1 × മാത്രം എഴുതാൻ പറ്റുന്ന അഭാജ്യം കേട്ടോ. 5 അഭാജ്യമാണ്. കാരണം 1 × 5 മാത്രമേ 5നെ എഴുതാൻ പറ്റുള്ളൂ. 6 ഇതിലില്ലല്ലോ. കാരണം എന്താ? 6നെ 3 × 2 കൂടെ 6നെ എഴുതാം. അതുകൊണ്ട് എന്തല്ല? 6 അഭാജ്യമല്ല. ഓക്കെ. അപ്പൊ 1 × മാത്രം എഴുതുന്നതാണ് എന്ത്? അഭാജ്യ സംഖ്യകൾ. ഇനി ഞാനിപ്പോ ഇവിടെ 4 സീക്വൻസുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് സംഖ്യാശ്രേണി, ഏതൊക്കെയാണ് സമാന്തര ശ്രേണി എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇത് മുകളിലത്തെ നോക്കൂട്ടോ. 1, 4, 9, 16, 25 എങ്ങനെയാ തിരിച്ചറിയാം? ഇതില് പൂർണ്ണവർഗങ്ങളാണ്. ഒരു പ്രത്യേക നിയമം മാത്രം ഉള്ളൂ ഇതിൽ അല്ലെ, പ്രത്യേക നിയമം. കാരണം എന്താ? ഒരു നമ്പറിന് അതിനോട് തന്നെ ഗുണിച്ചെഴുതിയതാണത് അല്ലെ. സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ സംഖ്യാശ്രേണി അവിടെ നിൽക്കട്ടെ കേട്ടോ. സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാല് നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പറിൽ നിന്ന് തുടങ്ങി ഒരു പ്രത്യേക നമ്പർ വീതം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോവുക കേട്ടോ. സോറി, ആഡ് ചെയ്ത് പോവുക. ഇവിടെ നോക്കിക്കേ, സെക്കൻഡ് ഇത് 2ൽ നിന്ന് തുടങ്ങി 3 വീതം കൂട്ടിപ്പോയി. 3 തന്നെയാണ് എല്ലായിടത്തും കൂട്ടിയത്. ഇത് നോക്കൂ, 1ൽ നിന്ന് തുടങ്ങി 3 വീതം കൂട്ടിപ്പോയി. 1ാമത്തെ ശ്രേണിക്കും 4ാമത്തെ ശ്രേണിക്കും ഈ പ്രത്യേകത ഉണ്ടോ? പ്രത്യേകിച്ച് ഒരു നമ്പർ കൂട്ടുണ്ടോ? ഇത് നോക്കൂ, 1നോട് കൂടി 3 കൂട്ടുമ്പോഴാണ് 4 വരുന്നത് അല്ലേ. 4നോട് കൂടി 5 കൂട്ടുമ്പോഴാ 9 വരുന്നത്. പ്രത്യേക നമ്പർ, ഒരു ഫിക്സഡ് നമ്പർ കൂട്ടുന്നില്ല ഇതിലും അല്ലെ. ഒരു പ്രത്യേക നിയമം മാത്രമേ ഉള്ളൂ ഇതില്. ഇത് പൂർണ്ണവർഗങ്ങളാണ്, ഇത് അഭാജ്യാണ് എന്നുള്ള നിയമം മാത്രമേ ഉള്ളൂ. ഫിക്സഡ് നമ്പർ കൂട്ടുന്നില്ല. ഫിക്സഡ് നമ്പർ കൂട്ടുന്നതിലേക്ക് 2ലും 3ലും മാത്രം അല്ലെ. അപ്പം ഒരു ഫിക്സഡ് നമ്പർ കൂട്ടി പോവുകയാണെങ്കിൽ അത്തരം ശ്രേണിയെ പറയുന്ന പേരാണ് എന്ത്? സമാന്തര ശ്രേണി. സംഖ്യാശ്രേണി എക്സാമിന് ചോദിക്കാറൊന്നുമില്ല കേട്ടോ. സമാന്തര ശ്രേണി നോക്കുക. സമാന്തര ശ്രേണിയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഒരു നമുക്ക് ഇഷ്ടമുള്ള നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു നിശ്ചിത നമ്പർ വീതം ഇങ്ങനെ കൂട്ടി പോകും. ഒരു പ്രത്യേക ഇവിടെ 3 വീതം കൂട്ടി, അവിടെ 3 വീതം കൂട്ടി. നോക്കിട്ടാ, ഇപ്പോ ഞങ്ങൾക്കൊരു എക്സാം ഒരു ശ്രേണി തന്നു, എന്നിട്ട് അത് സമാന്തര ശ്രേണിയാണോ എന്ന് പരിശോധിക്കാൻ പറയാം. അപ്പൊ അതിൽ എന്ത് ചെയ്താൽ മതിന്നോ? അതില് ഇങ്ങനെ ഒരു നിശ്ചിത നമ്പർ കൂട്ടി പോകുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ. ആ കൂട്ടുന്ന നമ്പറിനെ പറയുന്ന പേരാണ് പൊതുവ്യത്യാസം എന്നാ പറയട്ടോ. മലയാളം മീഡിയക്കാർ പൊതുവ്യത്യാസം, ഇംഗ്ലീഷ് മീഡിയക്കാർ അതിന് കോമൺ ഡിഫറൻസ് എന്നുള്ളതാണ് പറയാം. ഓക്കെ. കൂട്ടുന്ന നമ്പറിന് ഇപ്പൊ ഇവിടെ എത്രയോ കൂട്ടിയേ? 3 വീതം കൂട്ടി. ആ 3 ആണ് എന്ത്?
കോമൺ ഡിഫറൻസ്. ഇവിടെ 3 വീതം കൂട്ടി, അത് ആ 3 എന്ത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ശ്രേണി സമാന്തര ശ്രേണി ആവുന്നത് എപ്പോഴാ? ഒരു നിശ്ചിത സംഖ്യ ഇങ്ങനെ കൂട്ടി കൂട്ടി പോകും അല്ലേ? അപ്പൊ ഒരു ശ്രേണി സമാന്തര ശ്രേണിയാണെങ്കിൽ അതിന് എന്തുണ്ടാവും? ഒരു പൊതുവ്യത്യാസം ഉണ്ടായിരിക്കും. സംഖ്യാശ്രേണിക്കോ പൊതുവ്യത്യാസം ഉണ്ടാവില്ല, ഒരു പ്രത്യേക നിയമം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സമാന്തര ശ്രേണിക്ക് എന്തുണ്ടാവും? ഒരു പൊതുവ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക കേട്ടോ. ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് പരിശോധിക്കുക. കണ്ടല്ലോ, ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് പരിശോധിക്കുക. നോക്കി നോക്കുക കേട്ടോ. നമുക്ക് 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യകൾ. മിച്ചം വരിക ശിഷ്ടമാണ് കേട്ടോ. നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേ 1 മിച്ചം വരുന്ന സംഖ്യകളാണ് നമുക്ക് അറിയേണ്ടത്. നോക്കുക കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ കുറച്ച് സംഖ്യകൾ എഴുതിട്ടോ. 4 കുറച്ച് സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. 4, 8, 12, 16 എക്സെട്ര. ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താ? 4, 8, 12, 16 എക്സെട്ര. ഈ സംഖ്യകള് 4ന്റെ ഗുണിതങ്ങളാണ്. ഈ സംഖ്യകൾ ഈ 4ന്റെ ഗുണിതങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ, 4 കൊണ്ടായിട്ട് നമുക്ക് ഹരിക്കണ്ടേ? ഒരു 4 ശിഷ്ടം 0, റിമൈൻഡർ 0 ആണ് വരിക, മിച്ചം 0 ആണ് വരിക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലെ 1 മിച്ചം വരുന്ന സംഖ്യകൾ നടത്താം. ഹരിച്ചാൽ 1 ശിഷ്ടം വരണം. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഈ ഗുണിതങ്ങളോട് വീതം 1 കൂട്ടിയാൽ മതി. 4നോട് 1 കൂട്ടി 5, 8നോട് 1 കൂട്ടി 9, 12നോട് 1 കൂട്ടി 13, 16നോട് 1 കൂട്ടി 17. ഇതാണ് ആ ശ്രേണി കേട്ടോ. ഗുണിതങ്ങളോട് കൂടി 1 കൂട്ടിയാൽ മതി. ഈ 5നും 9നും 13നും 17നെയൊക്കെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ലഭിക്കുക. ഓക്കെ, ഇതിലിങ്ങനെ നിങ്ങൾക്ക് നോക്കുമ്പോ അറിയാൻ പറ്റും എത്ര വീത കൂടി കൂടി പോയത്. 5 9 ആയി, 9 13 ആയി, 13 17 ആയി. എത്ര കോമൺ ഡിഫറൻസ്? ഡി എന്നാണ് കേട്ടോ കോമൺ ഡിഫറൻസിനെ പറയാ. പൊതുവ്യത്യാസനെ ഡി എന്നുള്ള പേരിൽ അറിയപ്പെടുക കേട്ടോ. ഡി പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം കിട്ടുക എങ്ങനെയാ മക്കളെ? ഒരു ശ്രേണിയില് ഒരു സംഖ്യയിൽ നിന്ന് തൊട്ട് മുമ്പുള്ള സംഖ്യ കുറക്കുക. ഈ സംഖ്യകളെ പദങ്ങൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക കേട്ടോ. സമാന്തര ശ്രേണിയിൽ എഴുതിയിരിക്കുന്ന ഈ സംഖ്യകളെ പദങ്ങൾ എന്നുള്ള പേരിൽ അറിയാം. ഫസ്റ്റ് ടേം എന്നാണ് ഇംഗ്ലീഷിൽ പറയാം കേട്ടോ. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, അങ്ങനെ അറിയാം കേട്ടോ. അപ്പം ഒരു പദത്തിൽ നിന്നും അതിന്റെ തൊട്ട് മുമ്പുള്ള പദം കുറച്ചു. 9ൽ നിന്ന് 5 കുറച്ചു. 9 minus 5 4. 9ൽ നിന്ന് 5 കുറച്ചു 4. അല്ലെങ്കിൽ 13 കുറക്കണം 9, അതും 4 അല്ലെ? ഫിക്സഡ് നമ്പർ തന്നെ. അപ്പൊ ഇതില് 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യകൾ 5, 9, 13, 17 എക്സെട്ര സമാന്തര ശ്രേണിയാണോ? സമാന്തര ശ്രേണിയാണ്. കാരണം എന്താണ്? പൊതുവ്യത്യാസമുണ്ട്. കാരണം അതിന് പൊതുവ്യത്യാസം 4 എന്ന് പറയുന്ന ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കാണ് ചെയ്യുന്നത് അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇട്ടോ. 2ന്റെ കൃതികൾ. പവേഴ്സ് ഓഫ് 2. എന്താ പവറുകൾ എന്ന് പറഞ്ഞാല്? പവറുകൾ 7ാം ക്ലാസ് പഠിക്കുന്ന അല്ലെ? ഇപ്പൊ പവറുകൾ 2ന്റെ പവറാണ് 2 raised to 1. 2ന്റെ 1ാം പവർ. 2 raised to 2. 2ന്റെ 2ാം പവർ. 2 raised to 3. 2 raised to 4 എക്സെട്ര. 2ന്റെ പവറുകളാണത് അല്ലേ? 2 raised to 1 പറഞ്ഞാൽ 2 എന്നാ മീനിങ്. 2ന് ഒരു പ്രാവശ്യം എഴുതിയത് എന്നർത്ഥം. 2 raised to 2 എന്ന് പറയുമ്പോഴേ 2നെ 2 പ്രാവശ്യം എഴുതി ഗുണിച്ചത്. എത്ര? 2 2 4.
2/3 2നെ 3 പ്രാവശ്യം ഇൻറ്റു ചെയ്തത് എത്ര വരും? 2 2 4 4 2 8. ഓക്കെ, 2/4 4 പ്രാവശ്യം ഗുണിച്ച് 8നോട് കൂടി വീണ്ടും 2 ഗുണിച്ചു 16 എക്സെട്ര. പൊതുവ്യത്യാസം ഉണ്ടോ നോക്കൂ മക്കളെ. ഡി ഈക്വൽ ടു ചെയ്ത് നോക്കൂ. 4 - 2 ഒരു ഭാഗത്ത് നിന്ന് തൊട്ട് മുമ്പുള്ള പദം കുറച്ചിട്ടോ. 4ന്ന് 2 കുറച്ചാ 2 അല്ലേ? 8ന്ന് 4 കുറച്ചാലേ 4. പൊതുവ്യത്യാസം ഉണ്ടോ? 1 കുറച്ചപ്പം 2ഉം 1 കുറച്ചപ്പം 4ഉം കോമൺ ആയിട്ട് ഡിഫറൻസ് ഇല്ല. 1 2 1 4 അല്ലേ? ഫിക്സഡ് നമ്പർ അല്ലല്ലോ. അതുകൊണ്ട് എന്തല്ല, 2ന്റെ കൃതികൾ എന്തല്ല, സമാന്തര ശ്രേണിയല്ല. കാരണം പൊതുവ്യത്യാസം അതിനില്ല. ഒരു ഭാഗത്തുനിന്ന് കുറച്ചപ്പോ 2ഉം ഒരു ഭാഗത്തുനിന്ന് കുറച്ചപ്പോ 4ഉമാണ് വന്നത് അല്ലേ? അതുകൊണ്ട് എന്തെല്ലാം പൊതുവ്യത്യാസം ഇല്ല. ഇനി എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞാലേ, എണ്ണൽ സംഖ്യ 1 2 3 4 ആണ് എന്ത് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. അതിന്റെ വർഗങ്ങൾ നിങ്ങൾക്കറിയാം, പൂർണ്ണ വർഗങ്ങളാണ്. അത് 1 4 9 16 25 പെർഫെക്റ്റ് സ്ക്വയറുകളെയാണ് വർഗങ്ങൾ എന്ന് പേര് അറിയട്ടോ. കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കൂ. ഡി സമം കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കാണ് കേട്ടോ. 4 കുറക്കണം 1 എത്രയാ? 3. വേറൊരു സ്ഥലത്ത് നിന്ന് കേട്ടോ. 9 കുറക്കണം 4 എത്ര വന്നു? 5. പൊതുവ്യത്യാസം ഉണ്ടോ? ഒരു ഭാഗത്തു നിന്ന് 3ഉം ഒരു ഭാഗത്തു നിന്ന് 5ഉമാണ് കിട്ടിയത്. പൊതുവ്യത്യാസമില്ല. അതുകൊണ്ട് എന്തുവാണ്? വർഗങ്ങളും എന്തല്ല, സമാന്തര ശ്രേണിയല്ല. ഓക്കെ ആണല്ലോ. ഈ ചാപ്റ്ററിൽ അടുത്തൊരു ഭാഗമാണ് പറയുന്നത് പൊസിഷൻ ആൻഡ് ടേംസ്. സ്ഥാനവും പദവും. സമാന്തര ശ്രേണിയിലെ സ്ഥാനങ്ങൾ, പദങ്ങൾ സ്ഥാനങ്ങളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അതില് 6 ശ്രേണികൾ ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതില് വിട്ടുപോയ പദങ്ങൾ നിങ്ങൾ പൂരിപ്പിക്കണം. വിട്ടുപോയ പദങ്ങൾ എന്ത് ചെയ്യണം? പൂരിപ്പിക്കണം. ഇങ്ങോട്ട് നോക്ക് കേട്ടോ. ഏത് ശ്രേണിയിലും പദങ്ങൾ എഴുതാൻ എന്ത് ചെയ്യണമെന്നോ? പൊതുവ്യത്യാസം ആദ്യം കാണണം. സമാന്തര ശ്രേണിയില് ഇങ്ങനെ വലത്തോട്ട് പോകും തോറും പൊതുവ്യത്യാസം കൂടിയേ വരിക. ഇതിനോട് കൂടി പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ അടുത്ത് കിട്ടും, പിന്നെ അങ്ങനെ കിട്ടും കേട്ടോ. അപ്പൊ പൊതുവ്യത്യാസം എത്രയാന്ന് ഞാൻ കാണണം കേട്ടോ. ഡി സമം 42ന്ന് 24 കുറച്ചു എത്രയാ വരിക? 12ന്ന് 4 8 3ന്ന് 18 ആണ് കേട്ടോ പൊതുവ്യത്യാസം. 18 വീതം കൂട്ടി പോകുന്ന ശ്രേണിയാണ് കേട്ടോ അത്. 24നോട് കൂടി 18 കൂട്ടി 42 ആയി. അപ്പൊ ഇനി അടുത്ത് 42നോട് കൂടി എന്ത് ചെയ്യണം? 18 കൂട്ടണം. അപ്പൊ എത്ര വരും? 60 വരും അല്ലേ? 60 വരും. 60നോട് കൂടി 18 കൂട്ടി 78 ആയി. ഓക്കെ, അപ്പം ഏത് ശ്രേണിയിലും പദങ്ങൾ എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പദങ്ങൾ എഴുതാൻ പൊതുവ്യത്യാസമായ സംഖ്യ കൂട്ടി പോകണം. അങ്ങോട്ട് പോകുന്തോറും പൊതുവ്യത്യാസം കൂട്ടുക, ഇങ്ങോട്ട് പോകുന്തോറും പൊതുവ്യത്യാസം കുറയ്ക്കുക കേട്ടോ. ഇനി ഇതും അടുത്തടുത്തുള്ള സംഖ്യകൾ തന്നു. പൊതുവ്യത്യാസം 18 ആണ്. നേരത്തെ കണ്ടല്ലോ. 42ന്ന് 24 കുറച്ചാ 18 ആണ്. ഇവിടെ എഴുതി 18 കൂട്ടി 42ഉം 18ഉം 60 അല്ലേ? ഇപ്പുറത്തേക്ക് ഇടത്തേക്കല്ലേ എഴുതാനേ. 24ന്ന് 18 കുറച്ചു എത്ര വരിക? കടർത്തു 14ന്ന് 8 പോയി 6 അല്ലേ? 1 0 അപ്പൊ ഇവിടെ 6 24 42 60. ഇനി തേർഡ് നോക്കൂട്ടോ. വീണ്ടും അടുത്തടുത്ത് തന്നു പൊതുവ്യത്യാസം 18 അല്ലേ? ഇങ്ങോട്ട് 18 കുറച്ചു. 24ന് 18 കുറച്ചു 6 അല്ലേ? 6ൽ നിന്ന് 18 കുറച്ചു എത്രയാ? 6ൽ നിന്ന് 18 കുറച്ചാലേ -12. ഓക്കെ, ചെറുതിന്ന് വലുത് കുറക്കുമ്പോ നെഗറ്റീവ് അല്ലേ വരിക? -12. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് ഇങ്ങനെ അടുത്തടുത്ത് തന്നിട്ടുണ്ടോ? അടുത്തടുത്ത് തരുമ്പോഴാണ് നമുക്ക് പൊതുവ്യത്യാസം എത്രയാന്ന് പെട്ടെന്ന് കാണുക. നേരെ കുറച്ചാൽ മതി. വിട്ട് ടേംസ് വരുമ്പോഴേ ഇങ്ങോട്ട് നോക്കിക്കോളിട്ടോ. സമാന്തര ശ്രേണിയിൽ തുടർച്ചയായ 3 എണ്ണം തന്നിട്ടോ അവിടെ.
നടുഭാഗാണ്ട് മിസ്സായി എന്ന് വിചാരിച്ചോളൂ കേട്ടോ. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളിൽ സെന്റർ ആണ്ട് മിസ്സായ എന്താണോ ചെയ്യേണ്ടത്? അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടിയാണ്ടാണ് പകുതി എടുത്താൽ മതി. അപ്പൊ ഇത് എന്ത് ചെയ്താൽ മതി? 24ഉം 42ഉം പാടെ ഞാൻ കൂട്ടിട്ടോ. കൂട്ടി എത്ര വന്നു? 66 ആയിട്ടോ. 66ന്റെ പകുതി എത്രയാണ്? 33 ഇവിടെ. തുടർച്ചയായ 3 സംഖ്യകള് സെന്റർ മിസ് ചെയ്താല് അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? പകുതി എടുക്കുക. ഓക്കെ, അപ്പൊ 33. പൊതുവ്യത്യാസം എത്രയാ മക്കളെ? 33ന്ന് 24 കുറച്ചു എത്ര വരിക? 9 അല്ലേ വരിക? അപ്പൊ 9 വീതം കൂട്ടി എഴുതിയാൽ മതി കേട്ടോ. 42ഉം 9ഉം എത്രയായി? 51 അല്ലേ? ദെൻ ഇതിലും 5ാമത്തെ ക്വസ്റ്റ്യനിലും കേട്ടോ. ഇങ്ങോട്ട് നോക്കണേ. ഇവിടുന്ന് മുതൽ ഇതുവരെ തുടർച്ചയായ 3 പദങ്ങൾ സെന്റർ മിസ്സായി. കാണുന്നുണ്ടല്ലോ? സെന്റർ മിസ്സായി. സെന്റർ മിസ്സായാൽ എന്ത് ചെയ്യും? നമ്മള് അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടി പകുതി എടുക്കും. 24ഉം 42ഉം കൂട്ടി 66. 66ന്റെ പകുതി എത്രയാണ്? 33. ഓക്കെ ആണല്ലോ? 33. പൊതുവ്യത്യാസം എത്രയാണ്? 9 ആണ് അല്ലേ? 9 ആണ്. അപ്പൊ 24ന് 9 കുറച്ച് എത്രയാ വരിക? 15. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇമ്പോർട്ടന്റ് ആയി മാറുന്ന ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. 6ാമത്തെ ഈ ക്വസ്റ്റ്യന് നമ്മള് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ 5 സാധനങ്ങളും 6ല് ഫെയിലാണ്. ഇതില് എങ്ങനെയാണ്? പൊതുവ്യത്യാസം കിട്ടണം ശ്രേണിയുടെ പദങ്ങൾ എഴുതാന്. ഇതിൽ അടുത്തടുത്ത് തന്നണോ? അതില്ല. പിന്നെ തുടർച്ചയായ 3 പദങ്ങളിൽ സെന്റർ മിസ്സാണോ? അവിടെ നോക്കി 2 മിസ്സാണ് അവിടെ. അപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞ 5 എണ്ണത്തിലും വ്യത്യസ്തമായിട്ടാണ് ഈ സാധനം എഴുതേണ്ടത്. ഈ സാധനം എങ്ങനെയാ എഴുതുന്നതെന്നാണ് ഇവിടെ എങ്ങനെ ഞാൻ പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കട്ടോ. ഇവിടെ എങ്ങനെ പറയുന്നുണ്ട്. എത്രാമത്തെ ക്വസ്റ്റ്യനോ? 6th ക്വസ്റ്റ്യന് ശ്രദ്ധിക്കട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 6th ക്വസ്റ്റ്യനില് ഫസ്റ്റ് ടേം 24ഉം 4th ടേം എന്തുവാണ്? 42 ആണ്. അടുത്തടുത്ത് തന്നിട്ടില്ല. അടുത്തടുത്ത് തരാഞ്ഞാല് എന്ത് സംഭവിക്കും? പൊതുവ്യത്യാസം കിട്ടാനെന്നാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇതേ മെത്തേഡാണ് ഇനി അടുത്തതൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക. 6th കേട്ടോ. ഫസ്റ്റ് ടേമിനെ x1 കൊണ്ടാട്ടോ ഡിനോട്ട് ചെയ്യുക. x1 24. പിന്നെ 4th ടേമാണ് കേട്ടോ തന്നെ. 4th ടേം 42. 2 മാർഗങ്ങളാണ് മക്കളെ ഉള്ളത് കേട്ടോ. 2 മാർഗങ്ങളാണ് ചെയ്യാനുള്ളത്. രണ്ടും ഞാൻ ഓരോ കള്ളിയിൽ വരച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ 1 മാർഗം പറഞ്ഞിട്ടേ ഉള്ളൂ. 2 മാർഗം ശ്രദ്ധിക്കുക കേട്ടോ. ചില കുട്ടികൾക്ക് ഒരു ഇക്വേഷൻ ആണ് സുഖം, അത് പറയുന്നുണ്ട് കേട്ടോ ഞാനിവിടെ. അപ്പം 1ൽ നിന്ന് 1ാം പദത്തിൽ നിന്ന് എങ്ങനെയാ 4ലേക്ക് എത്തിച്ചേരുക? 1ൽ നിന്ന് എങ്ങനെയാ 4ലേക്ക് എത്തുക? എത്ര കൂട്ടുമ്പോഴാണ്? 3 തവണ പൊതുവ്യത്യാസം കൂട്ടണം. 1 2 3. 3 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 4ലേക്ക് എത്തുക അല്ലെ? 1ാം പദത്തിനോടുകൂടി 3d കൂട്ടുമ്പോഴാണ് 4ാം പദത്തിലേക്ക് എത്തുക അല്ലെ? 1നോടുകൂടി 3 തവണ പൊതുവ്യത്യാസം അത് വായിക്കട്ടോ. 3d എന്ന് പറഞ്ഞാല് 3d എന്ന് പറഞ്ഞാൽ 3 തവണ പൊതുവ്യത്യാസം എന്ന് അർത്ഥം കേട്ടോ. ഇനി 3 കൂട്ടുമ്പോഴാണ് എന്തിലെത്തുക? 4ലെത്തുക. ഓക്കെ, x1 എത്രയാ മക്കളെ? 24 പ്ലസ് 3d ഇസ് ഈക്വൽ ടു 4th ടേം 42 അല്ലേ? 3d അവിടെ ഇങ്ങനെ കാണുകയാണ്. പ്ലസ് 24 അപ്പുറം കൊണ്ടുപോയി മൈനസ് 24 ആയി. 3d ഇസ് ഈക്വൽ ടു 42ന്ന് 24 കുറച്ചു എത്രയാ? 18. ഡിയുടെ വാല്യൂ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്ര വന്നു? 18/3 ഇൻറ്റു 3ന് അപ്പുറം കൊണ്ടുപോയി /3 6 കേട്ടോ പൊതുവ്യത്യാസം കിട്ടി. അപ്പൊ നമുക്ക് ശ്രേണികൾ പെട്ടെന്ന് എഴുതാൻ പറ്റൂലേ? ശ്രേണികൾ എന്ത് എഴുതാം? 6 വീതം കൂട്ടി എഴുതി. 24ഉം 6ഉം 30, 30ഉം 36, 36ഉം 6ഉം 42. പൊതുവ്യത്യാസം കാണാനുള്ള ഒരു മാർഗം കേട്ടോ. വിട്ട് തന്നാല് എങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്താൻ എത്ര
എത്ര കൂട്ടണം എന്ന് നോക്കിയാൽ മതി. 3D എന്നാണ്. വേറൊരു മാർഗം, ഇതൊന്നും അറിയാത്ത കുട്ടികൾക്ക് വേറൊരു മാർഗം കൂടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. വേറൊരു മാർഗമാണ് പറയുന്നത്. വിട്ട് പദങ്ങൾ തന്നാൽ പൊതുവ്യത്യാസം കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ പറയുന്നത്. വേറൊരു മാർഗമാണ്. അതിന്റെ ഇക്വേഷൻ ആണ് പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം. പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം. ഡിഫറൻസ് ബിറ്റ്വീൻ ടേം ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻസ്. എങ്ങനെയാണ് പദവ്യത്യാസങ്ങൾ? ഇതാണ് പദവ്യത്യാസം. തങ്ങളുടെ പദങ്ങൾ ടേംസുകൾ. 42 കുറക്കണം 24 ഡിവൈഡഡ് ബൈ സ്ഥാനങ്ങളോ 4 കുറക്കണം 1. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം ചെയ്യുമ്പോഴോ 42 24 കുറച്ചാ 18, 4 1 കുറച്ചു 3, 18 എത്ര 3 ഉണ്ട് 6. സിമ്പിൾ ആയിട്ട് കിട്ടി. ഈ സാധനങ്ങളൊന്നും എഴുതേണ്ട, അത്ര പെട്ടെന്ന് കിട്ടി ഇക്വേഷൻ കേട്ടോ. പക്ഷെ ചില സ്കൂളിൽ സാറന്മാർ ഇക്വേഷൻ യൂസ് ചെയ്യരുത് എന്ന് പറയട്ടോ. അങ്ങനത്തെ പോലെ ഇത് തന്നെ യൂസ് ചെയ്യുക. 2 മാർഗത്തിലും ചെയ്യാം. പരീക്ഷയ്ക്ക് ഉത്തരം കിട്ടിയാൽ മതി കേട്ടോ. വിട്ട് പദങ്ങൾ തന്നാല് കോമൺ ഡിഫറൻസ് കാണേണ്ട ഇക്വേഷൻ ആണ് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. 18/3 6. പൊതുവ്യത്യാസം കിട്ടി. അതേപോലെ ശ്രേണി എഴുതി 24 6 30 36 42. ഓക്കെ.